സായി അകത്ത് കയറുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാനാണ് സായിയെ വിളിച്ച് പറഞ്ഞത് അകത്ത് പോയിട്ട് നീ ജാസ്മിനോട് ഞങ്ങളുടെ എതിർപ്പ് അറിയിക്കണമെന്ന്. അതിന്റെ പേരിലാണ് സായി ആക്ച്വലി ആ വീടിനുള്ളിൽ ജാസ്മിൻ ഇരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞപ്പോ തന്നെ ബിഗ് ബോസ് ഇടപെട്ട് പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ലെന്ന് പറയും, സായിയെ പണിഷ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ജാസ്മിൻ ജയിലിലേക്കാണോ നോമിനേഷനിലേക്കാണോ എന്നറിയില്ല, സായിനെ നോമിനേറ്റ് ചെയ്തപ്പോ ഈ റീസൺ പറഞ്ഞു, വെളിയിലെ കാര്യങ്ങൾ എന്റെ അടുത്ത്. അപ്പൊ അങ്കിള് പറഞ്ഞു ആ സമയത്ത് എങ്ങനെ എന്റെ മോളെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ കാണായിരുന്നു എന്ന് അങ്കിള് വളരെ ജോവിയലായിട്ട് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയി. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണല്ലോ എയർപോർട്ടിൽ പോയത്. അപ്പൊ കഥ പറയുമ്പോ ഞങ്ങൾ രണ്ടുപേരും വേണം. എന്താണ് ഞാൻ ആര്യോടും നിങ്ങളോടൊക്കെ വളരെ മര്യാദയ്ക്കാണ് ഇടപെട്ടേക്കുന്നത്. എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ലൈവിൽ വന്നിരുന്ന് പിന്നെ ആര്യോട് എന്തെങ്കിലും എന്നെ കുറിച്ച് ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് ഒരു വെറുപ്പോ ഒരു വൈരാഗ്യമോ ഒന്നും വെച്ച് ഞാൻ പുലർത്തിയിട്ടില്ല. മര്യാദയ്ക്ക് സംസാരിച്ചിട്ടേ ഉള്ളൂ. മര്യാദയ്ക്ക് സംസാരിച്ച് നമ്മൾ മര്യാദയ്ക്ക് പിരിഞ്ഞാണ്. പിന്നെ ടെഡി ബിയർ എങ്ങനെ കൊടുത്തേന്നോ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ എന്താണെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല. എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത പിന്നെ ചുമ്മാ ഞാനും കയറിയിരുന്ന അതും ഇതൊക്കെ പറയും. ഞാൻ നിങ്ങളെ ആരെ ഉപദ്രവിക്കാൻ പറ്റില്ല, എന്നെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞേക്കണം കേട്ടോ. ആവശ്യമില്ലാതെ എന്നെ ഉപദ്രവിക്കാൻ പറ്റരുത്. ഞാൻ നിങ്ങളെ ആരും ഒരു കാര്യത്തിന് ഷിബിനൊക്കെ എന്റെ മോളെ കുറിച്ച് പറഞ്ഞേക്കുന്ന പച്ചയ്ക്ക് പറഞ്ഞേക്കുന്ന എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും നിങ്ങളെ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഒന്നും ഞാൻ നിങ്ങളോട് ആരോടും ഒന്നും ചോദിച്ചില്ല. അത് ഞാൻ മടയനാണു എന്ന് ധരിക്കരുത്. ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ആരോടും കയറി വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ലൈവിൽ പോവുകയോ എന്തെങ്കിലും പോവുകയോ ഞാൻ ആര്യ ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആര്യെ കുറിച്ചൊന്നും. ആവശ്യമില്ലാത്ത ഞാൻ പറയാത്ത കാര്യങ്ങളും അത് ഇതൊക്കെ കയറി ഇരുന്ന് പറയരുത്. ഉള്ള കാര്യം ഞാൻ പറയുന്നത്. അത്രേ ഉള്ളൂ. എക്സാക്ട്ലി. അല്ല, ഇതിപ്പം നമ്മൾ കേട്ടത് ജാഫർ അങ്കിളിന്റെ വോയിസ് ക്ലിപ്പാണ്. സിബിന്റെ ഫോണിലേക്ക് ജാഫർ അങ്കിൾ ഇപ്പൊ അയച്ചതാണ്. ജാഫർ അങ്കിൾ വല്ലാണ്ട് പാനിക് ആവുന്നു. ഇത് ഈ വീഡിയോ അങ്കിള് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അങ്കിള് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എല്ലാവരുടെയും വിചാരം ഞങ്ങൾ എന്തോ ജാസ്മിൻ എഗെയിൻസ്റ്റും ജാഫർ അങ്കിളിന് എഗെയിൻസ്റ്റും ഉമ്മച്ചിക്ക് എഗെയിൻസ്റ്റും സംസാരിക്കാൻ വന്നിരിക്കണമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അതിനല്ല ഞങ്ങൾ വന്നിരിക്കണത്. ഞങ്ങളുടെ പേര് അനാവശ്യമായ കുറെ പുതിയ കഥകൾ ആ പേരിൽ വരുന്നു. ഞങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് പുതിയ പുതിയ കഥകൾ, അത് ഓരോരുത്തർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കഥകളാണ്. അതങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞ എയർപോർട്ടിൽ കണ്ടത് ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള പാരന്റ്സിനെയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്യാൻ ചെയ്തു. അതായത് മകളെ ഭയങ്കരമായിട്ട് പുറത്ത് ആൾക്കാര് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളി ചെയ്യുന്നു. അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന പാരന്റ്സിനെയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ അത് അവരോട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് അക്സെപ്റ്റ് ചെയ്തു. എക്സാക്ട്ലി. ഞാൻ ജാഫർ അങ്കിളോട് പറഞ്ഞത്, അങ്കിൾ എന്തുണ്ടെങ്കിലും ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നു, ബട്ട് വെളി വരുമ്പോ എന്താണ് ജാസ്മിൻ എന്തെങ്കിലും സൈബർ ബുള്ളിങ് ഫേസ് ചെയ്യേണ്ടി വന്നാലും നമ്മൾ ജാസ്മിന്റെ കൂടെ നിൽക്കും തന്നെയാണ് പറഞ്ഞത്. എക്സാക്ട്ലി. നമ്മള് പിന്നെ ഒരു കാര്യം ക്ലിയർ ചെയ്തു പോവാം. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും വന്നിരുന്ന് ജാസ്മിനെ കുറിച്ച് എതിരായിട്ട് സംസാരിക്കുന്നു, ജാസ്മിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ട് ജാസ്മിന്റെ വീട്ടുകാരോടൊന്ന് ഫോട്ടോ എടുക്കുന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ഒരു മറുപടി ഞാൻ പറയുവാണ്. ഞാൻ കൊടുക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ എന്നെ ഇങ്ങോട്ട് വിളിച്ചെടുക്കുന്ന ഇന്റർവ്യൂസ് ആണ്. ഞാൻ ബിഗ് ബോസിന്റെ ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട്. രണ്ട്, എന്നോട് ജാസ്മിനെ കുറിച്ച് ചോദിക്കാതെ ഞാൻ ഒരിക്കലും ജാസ്മിനെ കുറിച്ച് ഒന്നും പറയാറില്ല. എന്നോട് അവർ ജാസ്മിനെ കുറിച്ച് എന്ത് ചോദ്യമാണോ ചോദിക്കുന്നത് അതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. അവിടെയും ജാസ്മിന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല. ഞാൻ ജാസ്മിനെ ഹൗസിനുള്ളിൽ ചെയ്യുന്ന ജാസ്മിന്റെ ഗെയിമിനെ മാത്രമാണ് ഞാൻ വിമർശിക്കുന്നുണ്ടെങ്കിൽ വിമർശിക്കുന്നത്, അല്ല ജാസ്മിന്റെ പേഴ്സണൽ ലൈഫിന് ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ എന്റെയും മുന്നക്കയുടെയും ചാറ്റൊക്കെ പുറത്തു വന്നല്ലോ. മുന്നേ എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? 3 വർഷം മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒന്നും മുന്നേ പുറത്തു വിട്ടില്ല. അതെന്താന്ന് എനിക്കറിയില്ല. അപ്പം മുന്നേ ആ ചാറ്റ് ആ വിഷയങ്ങളൊന്നും ഞാൻ പുറത്ത് പറയില്ല എന്ന് ഞാൻ മുന്നോട് പറഞ്ഞില്ല. ഇതൊന്നും എന്റെ കാര്യമല്ല, ഗെയിമിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാം. അല്ലാതെ നോറയും എന്താ പറയാ ജാസ്മിനും പ്ലാൻ ചെയ്ത് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ എനിക്ക് അറിയേണ്ടതുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല. സോ അതുകൊണ്ട് ഞാൻ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾ മാറ്റണം ദയവ് ചെയ്ത്. ബിക്കോസ് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം തരുന്നത്. അല്ലാതെ ഞാൻ ഒരിടത്തും പോയിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജാസ്മിനെ കുറ്റം പറയാറില്ല. ഓക്കെ, യു മേ കണ്ടിന്യൂ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ എന്തിന് ചെന്നൈ പോയി എന്നുള്ളതിന് ആദ്യം ഒരു ക്ലാരിറ്റി കിട്ടണം. അതിലും കുറെ കഥയുണ്ടായിരുന്നു. ബിഗ് ബോസ് കാണാൻ പോയതാണ്, സിബിൻ ഒരു ദിവസത്തേക്ക് വേണ്ടി കയറാൻ പോയതാണ്, അപ്പൊ ആര്യ അവിടെ എന്തിനു പോയി, ഇങ്ങനെ കുറെ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ചെന്നൈയിൽ പോയതും ബിഗ് ബോസും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഞങ്ങൾക്കൊരു കമ്പനി ഉണ്ട് ഇവിടെ, ഒരു ബിസിനസ് ഉണ്ട്. ഇതിന്റെ വഴി അതും പ്രൊമോഷൻ നടക്കട്ടെ. കാഞ്ചീപുരം സാരിയുടെ ബ്രാൻഡാണ്. കാഞ്ചീപുരം സാരികൾ
ഞങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെന്നൈക്ക് പോയത്. ആ കമ്പനിയുടെ CEO ഞാനാണ്, ആ കമ്പനിയുടെ CFO ആണ് ഈ ഇരിക്കുന്ന സാധനം. ഓക്കെ, അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി പുതിയ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നൈക്ക് പോയത്. ഞങ്ങൾ രാവിലത്തെ ഫ്ലൈറ്റിന് പോയി, കാഞ്ചീപുരത്ത് പോയി സ്റ്റോക്ക് എടുത്തു. തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ആക്സിഡന്റലി ഞങ്ങൾ ജാഫർ അങ്കിളിനെ കാണുന്നത്. ഞാനാണ് കാണുന്നത്, ഇവനല്ല കണ്ടത്, ഞാനാണ് കാണുന്നത്. ബിക്കോസ് ഞങ്ങൾക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിന് കുറെ മുന്നേ ഞങ്ങൾ എയർപോർട്ടിലെത്തി. അപ്പൊ ഞങ്ങള് യൂട്യൂബില് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പ്രൊമോ വന്നു. ജാഫർ അങ്കിളും ഉമ്മച്ചിയും വീട്ടിലേക്ക് കയറുന്നതിന്റെ പ്രൊമോ അപ്പൊ യൂട്യൂബിൽ വന്നു. അത് ഞങ്ങൾ കണ്ട് അടുത്ത യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഓരോരുത്തരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അതേ ഷർട്ട് ഇട്ട ഒരാള് സൈഡിൽ കൂടെ പോകുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കി, ദൂരെ അപ്പുറത്തെ ഗേറ്റിലാണ് അങ്കിള് നിന്നിരുന്നത്. ആൻഡ് അപ്പൊ തന്നെ ഞാൻ ഇവനെ വിളിച്ച് കാണിച്ചിട്ട് പറഞ്ഞു, അത് ജാസ്മിന്റെ ഫാദർ അല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, ആ ശരിയാണ്, ജാസ്മിന്റെ അച്ഛനാണെന്ന് ചോദിച്ചു. എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു, ഞാൻ പോയി മിണ്ടട്ടെ, അങ്കിള് ചീത്ത വിളിക്കുവോ, എന്താവും, പോയി സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാനാണ് പറഞ്ഞത്, ധൈര്യമായിട്ട് പോയി സംസാരിച്ചു, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു ഇത് വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഒന്നിച്ചൊരു ഗെയിമിൽ പങ്കെടുത്തു, ഗെയിമിനുള്ളിൽ ആരൊക്കെ എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ ചെയ്യുന്നു. അപ്പൊ അവരുടെ പാരന്റ്സിനെ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ മുഖം തിരിച്ചു നടക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അഗ്രീഡ് ടു ഇറ്റ്, അവനും ആ തോട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. സിബിനാണ് പോയി. ഞാൻ നേരെ പോയപ്പം അങ്കിൾ അവിടെ സ്മോക്കിംഗ് റൂമിൽ സിഗരറ്റ് വലിക്കാൻ നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ തുറന്നിട്ട് ആദ്യം അങ്കിളിനോട് പറയുന്നത്, നെഞ്ചുവേനുള്ള ആളാണ്, ഇങ്ങനെ സിഗരറ്റൊക്കെ വലിക്കാവോന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി മോനെ ടെൻഷൻ കൊണ്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ മനസ്സിലായോ സിബിനാണ്, എനിക്കറിയാം മോനെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അങ്കിൾ എന്താ ഗെയിം ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്കിൾക്ക് വിഷമമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയുമ്പോൾ അങ്കിൾ എന്നോട് ആദ്യം പറഞ്ഞ കമന്റ്, മോനെ ഇത് ഞാനൊരു ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്നു, ഗെയിമാണ്, അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല, അതൊക്കെ ഞങ്ങൾ അങ്ങ് വിടും, ഞാനായാലും എന്റെ വൈഫാണെങ്കിലും എന്റെ മോളാണെങ്കിലും അതൊക്കെ വിടും, അതൊന്നും ഒരു വിഷയമല്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും പുറത്ത് വന്നിട്ടാണെങ്കിലും ഞങ്ങൾ സംസാരിക്കുന്നൊക്കെ ഗെയിമിന്, അതൊക്കെ എനിക്കറിയാം, എന്റെ മോളുടെ ഗെയിം നീ വിമർശിക്കണം, എന്റെ മോള് ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് പറയരുത്, വിമർശനങ്ങൾ ഉണ്ടാവണം എന്ന് ജാഫർ അങ്കിളാണ് പറയുന്നത്. ജാഫർ അങ്കിള് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് മാത്രമല്ല, അങ്കിള് കൊടുത്ത ഇന്റർവ്യൂലും അങ്കിൾ ആ സ്റ്റാൻഡിൽ തന്നെയാണ്. തെറ്റ് കണ്ടാൽ വിമർശിക്കണം, എപ്പിസോഡിലും അങ്ങനെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വിമർശിക്കണം എന്നുള്ള അത് തന്നെയാണ് എന്നോടും പറഞ്ഞത്, നീ വിമർശിക്കണം. പിന്നെ എന്നോട് എടുത്ത് പറഞ്ഞ, നീ പറഞ്ഞ ഒരു കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് അവൾ ആ വീട്ടിനുള്ളിൽ കാണിച്ചത് അവളുടെ ഗെയിമാണ്, അത് നീ കൃത്യമായിട്ട് പറഞ്ഞു, ഗെയിമാണ് അവള് കാണിച്ചതെന്ന്. ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച്, ആ പേര് ഞാൻ എടുക്കുന്നില്ല, ആണോ. അപ്പൊ ഗബ്രിയുടെ കാര്യമാണ്, ആ ലവ് ട്രാക്ക്, അത് അവളുടെ ഗെയിമിന്റെ ഭാഗമാണ് എന്ന് അങ്കിൾ എന്നോട് പറഞ്ഞു. അത് നീ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതിനുശേഷം അങ്കിള് പിന്നെ എന്നോട് പറഞ്ഞത്, ഞാൻ ആക്ച്വലി സായി അകത്ത് കയറുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാനാണ് സായിയെ വിളിച്ച് പറഞ്ഞത്, അകത്ത് പോയിട്ട് നീ ജാസ്മിനോട് ഞങ്ങളുടെ എതിർപ്പ് അറിയിക്കണമെന്ന്. അതിന്റെ പേരിലാണ് സായി ആക്ച്വലി ആ വീടിനുള്ളിൽ ജാസ്മിനെ ഇരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞപ്പോ തന്നെ ബിഗ് ബോസ് ഇടപെട്ട് പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ലെന്ന് പറയും, സായിയെ പണിഷ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ജാസ്മിൻ ജയിലിലേക്കാണോ നോമിനേഷനിലേക്കാണോ എന്നറിയില്ല, സായിനെ നോമിനേറ്റ് ചെയ്തപ്പോ ഈ റീസൺ പറഞ്ഞു, വെളിയിലെ കാര്യങ്ങൾ എന്റെ അടുത്ത്. അപ്പൊ അങ്കിള് പറഞ്ഞു, ആ സമയത്തെങ്ങനെ എന്റെ മോളെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ കാണായിരുന്നു എന്ന് അങ്കിള് വളരെ ജോവിയലായിട്ട് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻസ് അങ്കിളുമായിട്ട് ഞാൻ ഉണ്ടായി. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു. എന്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ വിമർശിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവളെ തേച്ചൊട്ടിക്കരുത്, കാര്യം അവളൊരു പെൺകുട്ടിയാണ്, അപ്പം പുറത്തിറങ്ങിയിട്ട് അവൾക്ക് ഒരു ലൈഫ് ഉണ്ട്. ഞാൻ പറഞ്ഞു, അങ്കിൾ ഞാൻ അവളുടെ പേഴ്സണൽ ലൈഫ് ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഗെയിമിനെയാ പറയുന്നത്, അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് പിന്നെ അങ്കിളാണ്, ഞാൻ പറഞ്ഞ ആര്യ എന്നോട് പറഞ്ഞത്, അങ്കിളിന് ആര്യ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അങ്കിൾ പറഞ്ഞാണോ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ആര്യ ഭയങ്കര ഇഷ്ടമാണ്, ബെഡായ ബംഗ്ലാവ് തൊട്ട് ഞാൻ ആര്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അങ്കിളാണ് എനിക്ക് പറഞ്ഞത്, ഞാൻ ഉമ്മച്ചിയെ കാണിച്ചു തരട്ടെ പരിചയപ്പെടാൻ. ഞാൻ പറഞ്ഞാൽ പിന്നെന്താന്ന് പറഞ്ഞാൽ നേരെ ഉമ്മച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി ജാസ്മിന്റെ ഉമ്മേനെ എനിക്ക് പരിചയപ്പെടുത്തുന്നു. ഉമ്മയെ വളരെ സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചത്, ഒരു കുഴപ്പമില്ലായിരുന്നു. ഉമ്മ വളരെ സ്നേഹത്തോടെ എന്റെ അടുത്ത് പറഞ്ഞ്, മോനെ അത് നീ വിഷമിക്കണ്ട, നിനക്ക് മെസ്സേജ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നീ ഇത് കാര്യമാക്കണ്ട, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വരുന്നു, ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ലേ, അതുപോലെ നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ എന്നോട് ഉമ്മയെ സംസാരിച്ചത്. അതിനുശേഷം ഞാന് ഉമ്മ ജാഫർ അങ്കിൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ചേർന്ന് നേരെ ആര്യയുടെ അടുത്തേക്ക്. ഞാൻ വേറെ സ്ഥലത്താണ് ഇരുന്നിരുന്നത്, അവര് സംസാരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ നോക്കുമ്പം ഇവര് മൂന്നുപേരും കൂടി എന്റെ അടുത്തേക്ക് വരികയാണ്. ഇവൻ എന്നെ വിളിച്ചു, അത് അങ്കിളിന് നിന്നെ പരിചയപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എണീറ്റവരുടെ അടുത്തേക്ക് പോയി. ആദ്യം തന്നെ ഞാൻ അങ്കിൾ സുഖം അല്ലേ എന്ന് പറഞ്ഞ അങ്കിളിനും ഷെയ്ക്കാൻഡ് കൊടുത്തു, ഉമ്മച്ചിക്കും ഷെയ്ക്കാൻഡ് കൊടുത്തു. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അങ്കിള് പറയുന്നുണ്ട്, എന്താ മോളെ, എന്ത് പറയാനാണ്, കാണുന്നില്ലേ, ഇതൊക്കെ തന്നെയാണ് വിശേഷം. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്കിൾ ഇതൊക്കെ ഈ ഗെയിമിന്റെ ഭാഗമാണ്, ഇതൊന്നും നിങ്ങൾ
മനസ്സിലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ ഇതൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇതൊക്കെ സീസണലാണ്. കുറച്ചു ദിവസം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ പിന്നെ നമുക്ക് ശീലമാവും. ഇങ്ങനെ തന്നെയാ പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ വളരെ ജോവിയലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അങ്കിള് തന്നെയാണ് ഈ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം അപ്പം എടുത്തിട്ടത്. അങ്കിളാണ്. അങ്കിൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ സൈബർ അറ്റാക്ക് ആണ് എന്റെ മോളെ എന്തൊക്കെ പറയുന്നവര് ഈ സോഷ്യൽ മീഡിയയിൽ വഴിയൊക്കെ. അപ്പൊ സിബിൻ പറഞ്ഞു, ഇത് സീസൺ 2 ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആളാണ് അങ്കിൾ ദേ നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് അവള് നിൽക്കുന്ന കണ്ടില്ലേ. അതുപോലെ തന്നെ സ്ട്രോങ് ആണ് ജാസ്മിനും അവളത് സുഖമായിട്ട് തരണം ചെയ്തു വരും. ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ആയിരുന്നു ഞങ്ങൾ 4 പേരും കൂടി അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കോൺവെർസേഷൻ, അതായത് ഈ സൈബർ അറ്റാക്ക്, അപ്പൊ അങ്കിൾ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ അതായത് ചില കമന്റ്സ്, ഇത് ഞങ്ങൾ വെറുതെ പറയുന്നൊന്നുമല്ല, നിങ്ങൾ ഇപ്പോഴും പോയി നോക്കിയാൽ അറിയാം. ഞങ്ങൾ അത് ജാസ്മിൻ ആർമി എന്ന് പറയുന്നില്ല, ബിക്കോസ് നമുക്കറിയില്ല അത് ജാസ്മിൻ ആർമിയാണ് ആരാന്നൊന്നും. ജാസ്മിൻയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ വന്ന വീഡിയോ ഞാൻ സമ്മതിച്ചു, ഇത് അവളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് ആണെന്നുള്ളത് ഞാൻ ഇവരോട് ചോദിക്കും. അങ്കിള് ഉറപ്പ് തന്നു. യെസ്, ഒരു വീഡിയോ, ഒരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു സിബിനെ പണിയാം എന്ന് പറഞ്ഞിട്ട്. അത് സിബിൻ അന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത സാധനം നമ്മൾ അങ്കിളിനെ അവിടെ വെച്ച് കേൾപ്പിക്കുന്നു. അപ്പൊ അങ്കിള് പറയുകയും ചെയ്തു, ഈ ജാസ്മിൻ വാരിയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിവുള്ള ഗ്രൂപ്പാണ്, നമ്മൾ അതില് ഭാഗമായിട്ടുള്ള 2 ഗ്രൂപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്കിള് ഇങ്ങോട്ട് പറഞ്ഞതാണ്. അത് അങ്കിൾ എടുത്തു പറഞ്ഞു, അതൊരു പെയ്ഡ് PR അല്ല എന്നുള്ളത് അങ്കിൾ എടുത്തു പറഞ്ഞു. ജാസ്മിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് ജാസ്മിന്റെ ഫാൻസ് തുടങ്ങിയിട്ടുള്ള 2 ഗ്രൂപ്പാണ്. അതിനെ ഇവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ജാസ്മിന്റെ ഫാമിലി, ജാസ്മിന്റെ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ഒരു പെയ്ഡ് പരിപാടിയൊന്നും അല്ല. അങ്കിൾ പിന്നെ എടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങള് ബാക്കി കണ്ടസ്റ്റന്റ്സിന്റെ അടുത്ത് പോയിട്ട് ജാസ്മിന്റെ പേരും പറഞ്ഞ് ഓരോന്ന് പറയുമ്പോൾ, ചീത്ത വിളിക്കുമ്പോഴും മോശം പറയുമ്പോഴും തെറി പറയുമ്പോഴും ഒക്കെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ കൂട്ട് നിൽക്കില്ല. ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിന് 10 പൈസ എന്റെ കയ്യിൽ നിന്നോ ജാസ്മിന്റെ കയ്യിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഒരു നാരങ്ങാ വെള്ളം പോലും കിട്ടാൻ പോകുന്നില്ല എന്ന് അങ്കിള് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ആണ് നമ്മൾ തമ്മിൽ നടന്നുകൊണ്ടിരുന്നത്. ഈ കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോ സിബിന്റെ ഒരു കോള് വരുന്നു. സിബിന്റെ ഒരു കോള് വരുന്നു. അതൊരു ത്രെഡ് കോളാണ്, ഒരു ഭീഷണി കോളാണ്. എന്റെ വീട്ടിൽ വിളിച്ച കോളാണ്. എന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞാണ്. സിബിന്റെ മമ്മിക്ക് ഒരു കോള് പോയിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആള് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാണ് എല്ലാ ചാനലിലും പോയിരുന്ന് ഇങ്ങനെ ആവശ്യമില്ലാതെ ചാനലിനെ കുറിച്ച് സംസാരിക്കുന്നത്, പ്രോഗ്രാമിനെ കുറിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ അതൊന്നും പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കൂല എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞില്ല, അവര് നിന്നെ എന്തെങ്കിലും ചെയ്യും. സിബിനും ആര്യയും ജാസ്മിന്റെ ഫാദറിനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ യാദൃശികമായിട്ട് അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് ചെന്നൈയിലേക്ക് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. സിബിനാണ് ആദ്യം സംസാരിച്ചിട്ടുള്ളത്. അതിനുശേഷം ആര്യ ഇഷ്ടമാണെന്ന് ജാഫർക്ക പറഞ്ഞത് കൊണ്ട് ആര്യയുടെ അടുത്തേക്ക് ഫാമിലി വന്ന് സംസാരിച്ചതാണ്. കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതല്ലാതെ പ്രീ പ്ലാൻഡ് അല്ല എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് അവരുടെ ലൈവിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജാസ്മിന് പുറത്തെ കാര്യങ്ങൾ അറിയിക്കാൻ ജാഫർക്ക ഏർപ്പാടാക്കിയ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. തീർച്ചയായിട്ടും അവരുടെ ലൈവ് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.